നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചിരിക്കുന്നു. സൂപ്പർ താരങ്ങളൊക്കെ ഗോളടിച്ചു. കുഞ്ഞ ഗോളടിച്ചു, വിനീഷ്യസ് അടിച്ചു. നമ്മൾ ഹെഡ്രോക്ക് അങ്ങനെ കൊടുത്ത ബ്രസീൽ ഹെയ്ത്തിയെ തകർത്തു. യഥാർത്ഥത്തിൽ ഒരു തകർക്കലാണോ അത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും കളി കണ്ട എല്ലാവർക്കും ഉണ്ടാവും. ഈ കളി വെച്ച് ബ്രസീൽ ഏതുവരെ പോകും? ഹെയ്ത്തിക്കൊക്കെ എതിരെ ഇത്ര കളിക്കുന്നുള്ളൂ എങ്കിൽ ഈ കളി വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും ബ്രസീൽ എന്നൊരു വലിയ ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഹെയ്ത്തിയെ പോലെ തീർച്ചയായും ഒരു ദുർബലരായ ടീം, എന്നിട്ട് ആ ദുർബലരായ ടീമാണ് സെക്കൻഡ് ഹാഫിൽ അവർക്കായിരുന്നു മുൻതൂക്കം, അവരാണ് മേധാവിത്വം നേടിയത്. ഈ സാഹചര്യത്തിൽ ബ്രസീൽ ഇങ്ങനെ കളിച്ചാൽ മതിയോ? അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇനി വരുന്ന നോക്കൗട്ട് മത്സരങ്ങൾ, നോക്കൗട്ട് സ്റ്റേജിലേക്ക് പോകുമ്പോൾ വലിയ വമ്പൻ ടീമുകൾ, അതും ചെറിയ ടീമുകൾ പോലും, ഇപ്പോൾ കേപ്പ് വെർദെയൊക്കെ സ്പെയിനിനെ സമനിലയിൽ പിടിച്ച് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഈ 48 ടീമുകളും ചില്ലറ ടീമുകളല്ല. ഈ ടീമുകൾക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡായ അനുഭവ സമ്പത്തുള്ള ടീമുകൾക്കെതിരെയൊക്കെ കളിക്കുമ്പോൾ ഈ കളി മതിയോ? യഥാർത്ഥത്തിൽ ഇതൊരു തകർപ്പൻ കളിയായോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇതൊരു തകർപ്പൻ കളിയല്ല. ഗോളടിച്ചു, കിട്ടിയ അവസരങ്ങൾ ഗോളടിച്ചു എന്നതിനപ്പുറത്തേക്ക് ഹെയ്ത്തി തീർച്ചയായും രണ്ടാം പകുതിയിൽ ഹെയ്ത്തി തന്നെയാണ് കൂടുതൽ ഓർഗനൈസ്ഡായ അറ്റാക്കുകൾ സംഘടിപ്പിച്ചത്, സംഘടിതമായി ആക്രമിച്ചത് ഹെയ്ത്തി തന്നെയാണ്. ഹെയ്ത്തിയുടെ ഇൻഎക്സ്പീരിയൻസ് ആണ്, അതായത് അനുഭവ സമ്പത്തിൻ്റെ കുറവാണ്, പരിചയക്കുറവാണ് അവർക്ക്. യഥാർത്ഥത്തിൽ 1-2 ഗോൾ അവർ ബ്രസീലിനെതിരെ അടിച്ചേനെ. ബ്രസീലിനും കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ കിട്ടി, സുവർണാവസരങ്ങൾ. അത് പിന്നെ അതും ബലവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല ബ്രസീലിനും. ഇപ്പോൾ റാഫിഞ്ഞ ഒരു 10-38 മിനിറ്റ് വരെ കളിച്ചുള്ളൂ. 38ാമത്തെ മിനിറ്റിൽ റാഫിഞ്ഞ പരിക്കേറ്റ് പുറത്തേക്ക് പോയി. അത് വലിയ പരിക്കൊന്നും ആകില്ല, ഒരുപക്ഷെ അത് റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. പക്ഷെ ആ റാഫിഞ്ഞ പോലും ആ 38 മിനിറ്റിനുള്ളിൽ നന്നായിട്ടാണോ കളിച്ചത്? ഒരു സംശയമുണ്ട്. കാരണം ആ 22ാമത്തെ മിനിറ്റിൽ ഒരു സുവർണാവസരം, അത് പക്ഷേ 50-50 ആണ് ഓഫ് സൈഡിൻ്റെ കാര്യത്തിൽ. പക്ഷെ എന്നാൽ പോലും അത് ഓഫ് സൈഡ് ആണെന്ന് തന്നെ വിചാരിക്കുക. അദ്ദേഹം അത് ഓഫ് ടാർഗറ്റായിരുന്നു, ടാർഗറ്റിൽ എത്തിച്ചിട്ടില്ല ആ പന്ത്. സുന്ദരമായ ഒരു അവസരം, ഏത് കളിക്കാരനും ഗോൾ അടിക്കാവുന്ന ഒരു അവസരം റാഫിഞ്ഞ നഷ്ടപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ റാഫിഞ്ഞ കഴിഞ്ഞ കളിയിലും തീരെ മോശമായിട്ടാണ് കളിച്ചത് മൊറോക്കോക്കെതിരെയും. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. ഇപ്പോൾ വിനീഷ്യസും കുഞ്ഞയും ഗോളടിച്ചു, കുഞ്ഞ വന്നു, കുഞ്ഞ 2 ഗോളടിച്ചു. അതിൽ രണ്ടാമത്തെ ഗോൾ മാത്രമേ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളൂ. ആദ്യത്തെ ഗോള് പിന്നെ ഹെയ്ത്തി ഡിഫൻഡർ ക്ലിയർ ചെയ്ത പന്ത് കാലിൽ തട്ടിപ്പോയതാണ്, അല്ലാതെ ഗോൾ അടിച്ചതല്ല കുഞ്ഞ. പക്ഷേ രണ്ടാമത്തെ ഗോൾ അതിഗംഭീര ഫിനിഷായിരുന്നു, ഗംഭീര ഫിനിഷ്. വിനീഷ്യസിൻ്റെ ഒരു ഉഗ്രം പന്ത് അതിഗംഭീരമായിട്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ എൻട്രിക്ക് ഇറങ്ങിയതിന് ശേഷം ഗോളടിച്ചു, പക്ഷെ അത് ഓഫ് സൈഡായി. എങ്കിലും എൻട്രിക്ക് കുറേ ശ്രമിച്ചു. അപ്പോൾ എൻട്രിക്ക് കഴിഞ്ഞ് വരുമായിരിക്കും. ഇനി നെയ്മർ നോക്കൗട്ട് സ്റ്റേജിലെത്തുമ്പോൾ ഒരുപക്ഷെ സ്കോട്ട്ലൻഡിനെതിരെ കളിക്കുമെന്നറിയില്ല. അതല്ലെങ്കിൽ നോക്കൗട്ട് സ്റ്റേജിലെങ്കിലും നെയ്മർ ഉണ്ടാകും. അപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വരുമായിരിക്കാം. പക്ഷേ ഇന്നത്തെ കളി വെച്ചിട്ട് ബ്രസീൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകും എന്ന് കരുതാൻ വയ്യ. കാരണം അത്രയൊന്നും ഗംഭീരമായിട്ട് ബ്രസീൽ കളിച്ചിട്ടില്ല. ബ്രസീലിൻ്റെ ഡിഫൻസ് ആയാലും മിഡ്ഫീൽഡിലായാലും പിന്നെ പ്രത്യേകിച്ച് മുന്നേറ്റത്തിലാണ് കുറേം കൂടി ഫിനിഷിംഗ് ഒക്കെ വന്നത്. അതേസമയം ഹെയ്ത്തിയുടെ മിഡ്ഫീൽഡിലെ രണ്ടാമത്തെ പകുതിയിൽ മിഡ്ഫീൽഡിൽ അവർ അടക്കി വാണു എന്ന് തന്നെ പറയണം. മിഡ്ഫീൽഡ് അവർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവർ ശരിക്കും നിയന്ത്രിച്ചു മധ്യനിര. മൈതാനത്തെ മധ്യഭാഗം മുഴുവൻ ഹെയ്ത്തിയുടെ കൈപ്പിടിയിലായിരുന്നു രണ്ടാമത്തെ പകുതിയിൽ. അപ്പോൾ ഹെയ്ത്തി മിഡ്ഫീൽഡിനെ അങ്ങനെ ഒന്നും തകർക്കാനൊന്നും ബ്രസീലിന് കഴിഞ്ഞില്ല. ഡിഫൻസ് ആണെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ലാപ്സ് വരുത്തുകയും ചെയ്തു. ഹെയ്ത്തിക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട്. എന്നിട്ട് തന്നെ ഒരു ഉഗ്രനായിട്ട് ശ്രമിച്ച ഹെയ്ത്തി അത് ആ ഗോൾ ലൈൻ ക്ലിയറൻസ് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ബ്രസീൽ ഗോളി ആലിസണും ഡിഫൻഡറും കൂടി ചെയ്ത രക്ഷാപ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനത്തിലാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അതെല്ലാം 1-2 ഗോൾ ഉറപ്പായിട്ട് ഹെയ്ത്തി അടിക്കുമായിരുന്നു. അപ്പോൾ ആ ഡിഫൻസിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഇപ്പോൾ മാർക്കിഞ്ഞോസിനെയും ഒക്കെ പോലുള്ള ഡിഫൻഡർമാരാണ്, വളരെ പ്രസിദ്ധരായ ലോകപ്രശസ്തരായ ഡിഫൻഡർമാരാണ്. ഇപ്പോൾ മുന്നേറ്റത്ത് പക്കേറ്റ, റാഫിഞ്ഞ ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നിലയിലേക്ക് അത് വരുന്നില്ല എന്നത് വളരെ പ്രധാനമാണ്. വലിയ അന്താരാഷ്ട്ര നിലവാരത്തിൽ കളിക്കുന്ന ഒരു ലോകകപ്പ് പോലൊരു വേദിയിൽ ഈ കളി കൊണ്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകില്ല ബ്രസീൽ തീർച്ചയായും അതിൻ്റെ
ശരിയായ അർത്ഥത്തിലുള്ള പിന്നെ കളി തിരിച്ചു പിടിച്ചേ മതിയാവുള്ളൂ. പിഴവറ്റ കളി അങ്ങനെ തന്നെ പറയണം. ആ കളി തീർച്ചയായിട്ടും ബ്രസീൽ കളിച്ചേ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ ബ്രസീലിന് ഈ ലോകകപ്പിൽ ഇനിയും പ്രതീക്ഷ വെച്ച് പുലർത്താനാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ദൂരം നോക്കൗട്ടിലെത്തുമായിരിക്കാം, പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരുപാട് ദൂരം അവർ പോകില്ല എന്നുള്ളത് ഉറപ്പാണ്.